ഈശ്വരനിലേക്ക് കടക്കുന്നതും ഭഗവാൻ ആദരിക്കുന്നു ഞാൻ കാണുന്നു. ഇതെന്ത് ചെയ്യും? അങ്ങനെ ചോദ്യമായി. നരേന്ദ്രൻ മത്സ്യാംശം കഴിക്കുമോ? കഴിക്കും. അത് എവിടെ തിന്നാൽ എവിടെ ചെന്ന് വീഴുന്നത്? വയറ്റിൽ അസ്ഥി വല്ലതും ഉണ്ടോ? ഇല്ല. എന്നാ ആ വയറും കൂടി അങ്ങോട്ട് ദഹിക്കാത്ത എന്നാണെന്ന് നിങ്ങൾ പറഞ്ഞു. ജീവനുള്ള മാംസമാണ് മറ്റൊക്കെ പറയാനുള്ള യുക്തിവാദമൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കട്ടെ, അതിന് ഉത്തരം തരാം ചോദിച്ചാൽ. അങ്ങനെ അങ്ങോട്ട് ചോദ്യം തുടങ്ങി. വല്ലതും പറയാൻ പറ്റുമോ? പുസ്തകത്തിലുള്ളതല്ല ഇവര് പറയണത്, ആത്മവാദികള് ശരിയായ ഋഷീശ്വരന്മാര് പറയണത്. അങ്ങനെ പറഞ്ഞു നരേന്ദ്രൻ മുട്ടി ഒന്നും പറയാൻ പറ്റാണ്ടായി. അവസാനം ഈശ്വരൻ ഉണ്ടെന്ന് നിങ്ങളുടെ ബോധ്യങ്ങൾ ഉറച്ചു. എത്ര വേഗം നിങ്ങൾക്ക് ഈശ്വരനെ കാണുമെന്നായി നരേന്ദ്രൻ. അങ്ങനെയാണ് നരേന്ദ്രന്റെ വിഷയം മാറിയത്. ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണിക്കുന്നതെല്ലാം ഈ ചോറൊക്കെ കൊണ്ടുവന്നെങ്കിൽ ഈ കല്ലുകളൊക്കെ തൂരി അതൊക്കെ മനുഷ്യർ കഴിച്ചുകൂടെയെന്ന് ചോദിക്കുന്ന നല്ല നല്ല യുക്തിവാദികളായിട്ട് കേട്ടുള്ളതുകൊണ്ട് പറയണത്. അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ ആ ക്ഷേത്രത്തിൽ നിന്ന് വന്നാൽ എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത്? ആസന്ന പ്രസവാനായി തൈലപൂർണം യഥാകടം. ആസന്ന പ്രസവാനായി, പ്രസവത്തോട് അടുക്കാറായ ഒരു സ്ത്രീ എങ്ങനെയാണ് നടക്കുന്നത്? പതുക്കെയായിരിക്കും, ഭാരം വഹിക്കുന്നവളാണ്. വഹന്തി ശനകേരിയാദി തഥാകുര്യാൽ പ്രദക്ഷിണം. എങ്ങനെയാണ് അവൾ നടക്കുന്നത്? അത് തൈലപൂർണം യഥാകടം. ഒരു കുടത്തിൽ എണ്ണ നിറച്ച് തലയിൽ വെച്ച് കൊടുത്താൽ ഗർഭിണിയായ സ്ത്രീ നടക്കുന്നത് എങ്ങനെ? പതുക്കെയായിരിക്കും. അതുപോലെ വേണം ക്ഷേത്രത്തിൽ വന്നാൽ പ്രദക്ഷിണം ചെയ്യാൻ. കേൾക്കുന്നതിന് മാത്രം കൊള്ളാം. ഞാൻ ഒരു ഉദാഹരണം ഇപ്പൊ സംബന്ധിച്ചാൽ ഞാൻ അവന് കൊടുത്ത ഒരു ടെലഗ്രാം വായിച്ചു. അങ്ങനെ ഈ സപ്തധാതുക്കളും രോമകുംഭങ്ങൾ വരെ അറിയുമ്പോഴാണ് ഭംഗിയായി. അതുപോലത്തെ രാമായണകാരനാണ്. ഞാനല്ല സാറേ, ഞാനല്ല. അവൻ്റെ അച്ഛനെ വഴി നിങ്ങളുടെ കുട്ടിയുടെ രാമായണ എഴുതത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ കലാശേരവേ, ഇതെല്ലാം ആ ബിംബത്തിലേക്ക് ലയിക്കുന്നു. അതാണ് കലാശം. കലകളെല്ലാം ക്ഷയിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ 12 അതിൽ നിന്ന് സ്വർണം ഇടാം, എന്ന് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ വിഗ്രഹത്തിന്റെ അടിയിൽ ഈ നാളത്തിലിരിക്കുക. ഇത് സദാധാര പ്രശ്നോട് ചെയ്തിട്ടുള്ള ഒരു മഹൽക്ഷേത്രമായി എത്തിച്ചേർന്നിരിക്കുക. ഇത് മഹാകാണിക്ക എന്നാണ് പറയുക. പ്രദക്ഷിണം ചെയ്ത് തൊഴിൽ പ്രാർത്ഥിച്ചു പോരുന്ന ഏറ്റവും വലിയൊരു മഹാകർമ്മം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്, അതേസമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറുവൂർ കുടുംബക്കാവിലെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത് എന്നേക്കും ഇവിടെ ഈ പറയുന്ന ദിവസവും അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഗവത സപ്താഹം, കുട്ടികളുടെ എല്ലാവർക്കും നിങ്ങളുടെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.